ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് വലിയ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾക്ക്. ഇന്ന് സുശ്രുതകുട്ടൻ്റെ 6ാമത്തെ പിറന്നാളാണ് കേട്ടോ. നാളാണ് ഇന്ന് വരുന്നത്. ഡേറ്റ് ജൂൺ 16 അപ്പം നമ്മൾ എന്നത്തെയും സ്പോട്ടായ ഗുൽമോഹറിൽ വന്നിട്ടാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കുന്നത്. നാളെ ഏട്ടൻ ഒരു യാത്ര പോവുകയാണ് കേട്ടോ, ഒരു മാസം നീണ്ടു നിൽക്കുന്നത്. അപ്പം പുറത്തൊക്കെ പോയി ഒന്ന് ചിൽ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ തളി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോയി കേട്ടോ. ഈ സമയത്തൊക്കെ എനിക്ക് നല്ല തലവേദനയാണ് കേട്ടോ. ചെറിയ മൈഗ്രെയിൻ്റെ ഛായയുള്ള ഒരു തലവേദനയാണ്. അപ്പം വരുന്ന സമയത്തൊക്കെ വോമിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇത് അമ്പലത്തിന് നമ്മൾ ലേശം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ അമ്പലത്തിനടുത്തുള്ള ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ ഇരിക്കാനായിട്ട്. അപ്പം കോളവും ആൽമരവും അതിനൊക്കെ അടുത്തിരിക്കുമ്പം തന്നെ നല്ല പോസിറ്റീവ് എനർജിയാണ്. അപ്പം കുറച്ചൊരു സമാധാനം തോന്നി കേട്ടോ തലവേദനയ്ക്കൊക്കെ. സുശ്രുതും ശ്രാവണനും ഇവിടെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ ഈ കാണുന്ന ബിൽഡിങ് നമ്മളെ സാമൂരീസ് സ്കൂളാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസിലുള്ള ഒരു സ്കൂൾ കേട്ടോ. എന്താ പറയുക, നമുക്ക് ദിവസവും വന്നിരിക്കാനൊക്കെ പറ്റിയ, വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. കാരണം നല്ല എയറും എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലവും അമ്പലത്തിലെ പാട്ടും കേട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് സുശ്രുക്കൂട്ട നമ്മളെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ കൊഞ്ചുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, വലുതാവുന്നതിനനുസരിച്ച് കൊഞ്ചൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ആൽമരം, അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഏകദേശം അമ്പലം തുറക്കാനായി അങ്ങനെ പോയി തൊഴുതിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ വളയനാട് ദേവീക്ഷേത്രത്തിലും കയറി. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ഹോട്ടലുണ്ട് കേട്ടോ, അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ചെത്തി നമ്മൾ ചെറിയൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കേക്കൊക്കെ മുറിച്ചു കഴിച്ചു. ഞങ്ങൾ 4 മാത്രമേ ഉള്ളൂ, വേറെ പുറത്തുനിന്ന് ആരുമില്ല. പിന്നെ നമ്മളുടെ സന്തോഷം എപ്പോഴും ഞങ്ങൾ 4 ഒതുങ്ങുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം. അതുപോലെ ഇത്രയും നല്ല 2 കുഞ്ഞു മക്കളെ ഞങ്ങൾക്ക് തന്ന ദൈവത്തോട് നന്ദി പറയാണ്. ഇതേപോലെ മുന്നോട്ടും നല്ല രീതിക്ക് പോവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം, ഒരുപാട് നല്ല ദിവസമായിരുന്നു.